നമസ്കാരം. മൂന്നാഴ്ച പിന്നിട്ട ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധം ശമിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ശനിയാഴ്ച പുലർച്ചെയും ഇറാൻ മിസൈലുകൾ വർഷിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. അതേസമയം തങ്ങളുടെ പ്രധാന എണ്ണ പര്യവേക്ഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മേഖലയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 20 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി സൗദി അറേബ്യ വ്യക്തമാക്കി. ഇറാൻകാർ അവരുടെ പുതുവർഷമായ നൗറൂസ് ആഘോഷിക്കുന്നതിനിടെ വെള്ളിയാഴ്ച ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ. യുദ്ധം കാരണം ഇത്തവണത്തെ നൗറൂസ് ആഘോഷങ്ങൾ മങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ജനകീയ മുന്നേറ്റം ലക്ഷ്യമിട്ടും ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ തകർക്കാനുമാണ് യുദ്ധമെന്ന തരത്തിൽ 2 തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ അത്തരമൊരു ജനകീയ വിപ്ലവത്തിന്റെ സൂചനകളൊന്നും തന്നെ നിലവിൽ കാണുന്നില്ലെന്ന് മാത്രമല്ല, യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയും ദൃശ്യമല്ല. പശ്ചിമേഷ്യയിലെ വലിയ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായും ലക്ഷ്യത്തോട് നമ്മൾ വളരെ അടുത്തെത്തിയതായും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായ നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മേഖലയിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി കോൺഗ്രസിൽ നിന്ന് $200 ബില്യൺ കൂടി യുദ്ധഫണ്ടായി ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിലേക്ക് കരസേനയെ അയക്കാൻ നിലവിൽ പദ്ധതിയില്ലെന്ന് ട്രംപ് പറയുമ്പോഴും എല്ലാ സാധ്യതകളും താൻ തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പാർക്കുകളും ശത്രുക്കൾക്ക് സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ സൈനിക വക്താവ് ജനറൽ അബുൽ ഫസൽ ഷേഖർജി മുന്നറിയിപ്പ് നൽകി. മേഖലയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന ഭീതി ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി നൗറൂസ് സന്ദേശത്തിൽ ജനങ്ങളുടെ പോരാട്ട വീര്യത്തെ പ്രശംസിച്ചു. പിതാവായ ആയത്തുള്ള അലി ഖമേനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ ഊർജ കേന്ദ്രങ്ങൾക്ക് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചുവെന്നോ നിലവിൽ ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ആഗോളതലത്തിൽ എണ്ണവിലയും ഭക്ഷണ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. അതേസമയം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ സ്ഫോടനങ്ങളിൽ ബെയ്റൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തവും കനത്ത പുകയും ദൃശ്യമായി. 7 പ്രമുഖ വാസസ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. ഇറാനെ നേരിടുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഹിസ്ബുള്ളയെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. എന്തായാലും ഇറാന്റെ ആയുധപ്പുരകളെല്ലാം തന്നെ കത്തിച്ചാമ്പലായ അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രതിരോധിക്കാൻ തന്നെ ഇനി ഒന്നും മാർഗമില്ലാത്ത അവസ്ഥയിലായി ഇറാൻ എന്ന് വേണം പറയാൻ. അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന് വരുത്തിവെച്ചിട്ടുണ്ട്.